അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ വാണക്കുറ്റി പിന്നെ അവിടുത്തെ ഒരു ചാനലിനകത്ത് ന്യൂസ് ലൈവ് ഒക്കെ പറയുന്നുണ്ട്. ഹീസ് നോട്ട് എ കോമണർ. 17 വയസ്സിൽ പിന്നെ ലോക്കൽ ചാനലിൽ ന്യൂസ് റീഡിങ് തുടങ്ങിയിട്ടുള്ള പിന്നെ ഈ അനീഷ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ ഞാൻ വന്നേക്കുന്നത്. ഇന്ന് അനീഷും അക്ബറും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അതായത് അനീഷ് ഈ പറയുന്ന അക്ബറിനെ കടിച്ചു, അക്ബർ തലക്കിട്ട് കൊട്ടുകയും ചെയ്തു. ഇത് നേരത്തെ തന്നെ ഇവർ തമ്മിൽ വഴക്കും കാര്യങ്ങളും ഉണ്ടായതാ. അനുമോളുടെ പ്രശ്നം എല്ലാവരും കണ്ടു കാണല്ലോ. ആ ഒരു പ്രശ്നം അങ്ങോട്ട് കഴിഞ്ഞ് അനുമോളുടെ ബാക്കിലായിരുന്ന അക്ബർ പിന്നെ നിന്നത് ഈ പറയുന്ന അനീഷിന്റെ അടുത്ത്. ആ സമയത്ത് അനീഷ് പറയുകയും ചെയ്തിട്ടുണ്ട്, എന്റെ ദേഹത്ത് വല്ലം ചോര പൊടിഞ്ഞാൽ. രാവിലത്തെ ലൈവ് കണ്ടവർക്ക് അത് നല്ല രീതിയിൽ മനസ്സിലായി കാണും. ഇതേ കിടക്കുന്ന ഗെയിം തുടങ്ങുന്ന സമയത്ത് കാണിച്ച ഒരു ഇതാണ്. അതായത് അനീഷ് കയറി കടിക്കുകയും ചെയ്ത് അക്ബർ തലക്കിട്ട് കൊട്ടുകയും ചെയ്തു നല്ല രീതിയിലാണ്. ഇത് സത്യത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ വരുമോ എന്ന് എനിക്കറിയത്തില്ല. ഇത് സത്യത്തിൽ റോങ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ഈ അനീഷ് ചെയ്തത്. ഓക്കെ, ഞാൻ അനീഷിന്റെ കുറ്റവും ഒന്നും പറയാൻ വേണ്ടി വന്നില്ല. അവർ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് വെച്ചിട്ട് വളച്ചൊടിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുത്തുകൊണ്ട് നമുക്ക് അങ്ങ് വിട്ട് കളയാം. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട കാര്യം, സാബുമോൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, വോയിസ് പുറത്തു വിടുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരാം. അതിന് മുമ്പേ ഇന്ന് ഞാനിപ്പോൾ പറഞ്ഞ ഈ അക്ബർ ഈ പറയുന്ന അനീഷ് സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടല്ലോ, അതിനൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഒന്ന് വെച്ചുതരാം. അക്ബർ ആദ്യം അനുമോളുടെ പുറകിൽ നിന്നിട്ടാണല്ലോ ഈ പാവ കളക്ട് ചെയ്തത്. രണ്ടാമത് ആ ഇഷ്യൂസ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ അദ്ദേഹം ഒരു തവണ നിന്നത് നമ്മുടെ അനീഷിന്റെ പുറകിലാണ്. അപ്പൊ അനീഷ് ആ സമയത്ത് പറയുന്നുണ്ട്, അക്ബർ എന്റെ മേത്തുനിന്ന് ഒരു തുള്ളി ചോര പൊടിഞ്ഞാൽ അക്ബറിന്റെ കാലും കൈയും ചിലപ്പോൾ ഇവിടെ കിടന്നുരുളും. അക്ബറല്ല വേറെ ആര് ആണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് എന്നും അനീഷ് പറയുന്നുണ്ട്. അത് അനീഷിന്റെ വെറും തോന്നലാണ്. അങ്ങനെ നീ ചെയ്യാൻ നിന്നാൽ നിന്റെ മൂക്കിടിച്ച് ഞാൻ പരത്തും എന്ന് അക്ബറും പറയുന്നുണ്ട്. ഒടുക്കത്തെ പ്രൊവോക്കേഷനാണ്, പാർട്ട് ഓഫ് ഗെയിമായിട്ടേ ഞാൻ അതിനെ കണ്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ ആരുടെയും കൈയും കാലും ഒന്നും ഒടിക്കാൻ പോകുന്നില്ല. പിന്നെ ബിഗ് ബോസ് ആണ് കേട്ടോ, നമുക്ക് ഇവരൊക്കെ ഓക്കെ. പക്ഷേ നടന്നത് എന്താണ്? നല്ല അടിയല്ലേ നടന്നത്. ഇത് ആരും ശ്രദ്ധിച്ചില്ല. വെറും 3-4 സെക്കൻഡിൽ ഈ സംഭവം ഒതുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ആരും ഇത് ചൂണ്ടിക്കാണിച്ചതുമില്ല. ഇത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ബി ഷോയിലെ ചിലപ്പോൾ പുറത്താവേണ്ട ഒരു കേസ് കേട്ടോ. എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് കൂടുതലായിരിക്കും. തമാശയാണെന്നൊന്നും പറയാനൊന്നും പറ്റൂല. കഴിഞ്ഞ സീസണിൽ ഇടിക്കും പറഞ്ഞിട്ട് നമ്മളെ റോക്കി ഇടിച്ചില്ലേ. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ അനീഷ് പറയുന്നുണ്ട് കൈയും കാലും കിടന്നുരുളുമെന്ന്, അതുപോലെ അക്ബർ പറയുന്നുണ്ട് മൂക്കിടിച്ച് പരത്തുമെന്ന്. ഇനി ഇവരൊക്കെ അത് ചെയ്യുമെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ചെയ്യൂലെന്ന് വിചാരിക്കാം. വെറുതെ ചുമ്മാ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണെന്ന് കരുതാം അല്ലേ. ലൈവില് രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉടക്കിയിട്ടുണ്ട്. അതായത് അക്ബർ പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഭിത്തിയിൽ പിടിച്ച് കയറ്റും, അപ്പൊ നീ ശരിക്കുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലടാ, അത് നിന്റെ തോന്നലടാന്നൊക്കെ പിന്നെ അനീഷും പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഒന്ന് പ്രൊവോക്കായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ലൈവില്. എന്തായാലും ചോരക്കളി ഒക്കെ ഒഴിവാക്കിയിട്ട് എന്റർടൈൻമെന്റ് ആയിട്ട് ടാസ്കുകളൊക്കെ ചെയ്യാനായിട്ട് ഈ സീസണിൽ ഇനി ഇവരാരും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം. ഓക്കെ. മെയിൻ സംഭവം ഇനി ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ വോയിസ് ആണ്. സാബുമോൻ പുറത്തിറങ്ങിയിട്ട് ഒരു ഗ്രൂപ്പിലൊരു വോയിസ്. സാബുമോൻ അതിനകത്ത് പോയിട്ട് പുറത്ത് വന്നിട്ട് ഇമാതിരി വോയിസും കാര്യങ്ങളും ഇടുന്നതുകൊണ്ടാണ് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളും ഇല്ല. എനിക്ക് വോയിസ് ഇട്ടതിൻ്റെ ഒട്ടും ഭയങ്കര മോശമായിപ്പോയി. ആ ഒരു മോശം വേട് കൊണ്ട് ഈ പറയുന്ന അനീഷിനോട് സംസാരിച്ചത്. പിന്നെ അത് മാത്രമല്ല, ഇന്റർവ്യൂവിൽ അയാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കോമണർ ആയിട്ടുള്ള. അത് ബിക്കാരാണ് അങ്ങനെ കേട്ടിയത്. അത് ബി കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരമെന്നേ ഞാൻ പറയത്തുള്ളായിരുന്നു. ഞാനത് പലവട്ടം ആൾക്കാരോട് പറഞ്ഞൊരു കേസ് കേട്ടാ. ഓക്കെ, നമുക്ക് അതും കേൾക്കാം. അതിനു മുമ്പ് നമുക്ക് സാബുമോൻ ഒരു ഗ്രൂപ്പിൽ അയച്ച വോയിസ് കേൾക്കാം. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ വാണക്കുറ്റി പിന്നെ അവിടുത്തെ ഒരു ചാനലിനകത്ത് ന്യൂസ് ലൈവ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തനാണ്. പിന്നെ ലോകത്തുള്ള സകല പിന്നെ റിയാലിറ്റി ഷോസിനകത്തും ചെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കക്ഷിയാണ്. അങ്ങനത്തെ കണക്ഷൻ വെച്ച് കയറിയാണ്. ബിഗ് ബോസ് കോമണൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവനെ കയറ്റിവിട്ടാൻ തന്നെ നിങ്ങൾ അവൃത്തി എന്ന് ചോദിക്കണം. ഞാൻ അതിന്റെ റിയാലിറ്റിയാണ് പറഞ്ഞത്. വേണമെങ്കിൽ എടുത്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപോലെ ചിന്തിക്കാം. പുള്ളി ഈ പറയുന്ന അനീഷിനെ മാത്രമല്ല പറഞ്ഞത്, വേറെ 2 ആൾക്കാരെയും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെയും കൂടെ വോയിസ് വെച്ചുതരാം. ഒരു വാക്ക് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്റെ പിന്നെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് തിരുനങ്ക ഏറ്റവും അവന്റെ വായിന്ന് വരുന്ന പിന്നെ കക്കൂസ് മാലിന്യം കേട്ടായിരുന്നു. ഇവൻ മറ്റേ ചിണുങ്ങിയിട്ട് പറയുന്ന മുഴുവൻ വളരെ വൃത്തികെട്ട പ്രയോഗങ്ങളും സാധനങ്ങളും ഒക്കെയാണ്. അത് പിന്നെ ഈ ട്രാൻസ്പ്ലാന്റർ ആയതുകൊണ്ട് ട്രാൻസ്പ്ലാന്റർ പറയുന്നതൊക്കെ ഭയങ്കര സ്വീറ്റ് ആണ്. ഹീസ് സോ സ്വീറ്റ്, ഹീസ് എ വെരി സ്വീറ്റ് ഗൈ.
ആ മനുഷ്യന് പിന്നെ ഇതായിട്ടുള്ള എന്തെങ്കിലും ഒരു 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 വാക്ക് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ആരെയാന്ന് മനസ്സിലായോ? ഞാൻ ഒരു വോയിസും കൂടെ വെച്ച് തരാം, ഒരു ചെറിയൊരു ക്ലൂ ആ വോയിസോടെ മനസ്സിലാക്ക്. നെവിനൊക്കെ വേണ്ടിയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഹൈക്കോടതി വക്കീലാണ്. അവളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ അത് ലക്ഷക്കണക്കിന് രൂപയാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം നെവിന്റെ ഷുഗർ ഡാഡിയാണ് ആ വക്കീല്. അങ്ങനെ പുള്ളി അതിൻ്റെതായ പിന്നെ സ്നേഹപ്രകടനങ്ങൾ വഴി പുള്ളി ഇഷ്ടം പോലെ പൈസ അതിനകത്ത് മുടക്കുന്നുണ്ട്. ഇതൊക്കെ മിയർ ഫാക്ട്സ് ആണ്. ഓക്കെ, ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ. നെവിനെയാണ് അവർ ഉദ്ദേശിച്ചത്. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഇപ്പൊ ഈ സംസാരിക്കുന്നത്. അതിനകത്ത് പോയിട്ട് അവരോടൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നു പറഞ്ഞിട്ട് താൻ ഇങ്ങനെ വോയിസും കാര്യങ്ങളും മോശമായിട്ട് സംസാരിച്ചതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഒരു ഇന്റർവ്യൂ കൂടെ പറയുന്നത് വെച്ചാൽ നിങ്ങൾ എന്തായാലും വൾഗറായിട്ടൊന്നും സംസാരിക്കത്തില്ല. അത് ഇച്ചിരി ഭയങ്കര ഓവറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യങ്ങൾ. അനീഷിനെ പറഞ്ഞതാണെങ്കിലും നെവിനെ പറഞ്ഞതാണെങ്കിൽ പോലും മോശമായിട്ടുള്ളൊരു കാര്യവും സാധു പറയുന്നുണ്ട്. ഹീസ് നോട്ട് എ കോമണർ. 17 വയസ്സിൽ പിന്നെ ലോക്കൽ ചാനലിൽ ന്യൂസ് റീഡിങ് തുടങ്ങിയിട്ടുള്ള പിന്നെ ഈ കേരളത്തിലുള്ള ഒരുവിധം ചാനലിലെ എല്ലാ റിയാലിറ്റി ഷോസിനകത്ത് കണ്ടസ്റ്റന്റ് ആയിട്ടൊക്കെ പോയിട്ടുള്ള ആൾ എങ്ങനെയാണ് കോമണർ ആകുന്നത്? ഗവൺമെന്റ് ജോലിയുണ്ട്, എങ്ങനെ കോമണർ ആകുന്നത്? ഇതൊക്കെ ഒരു ഗെയിം പ്ലാനിന്റെ ഭാഗമാണ്. എന്നിട്ട് ഇത് കേട്ടിട്ട് അപ്പൊ കേൾക്കുമ്പോൾ മനുഷ്യർക്ക് നമ്മളിൽ ഒരുത്തനാണ് സാധാരണക്കാരൻ. ആ സാധാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി അത് ചെയ്യരുത്. അപ്പം ഈ ഒരു ടെലിവിഷനിൽ അഭിനയിച്ചു, ഒരു സിനിമയിൽ അഭിനയിച്ചു, ഒരു പ്രോഗ്രാം ചെയ്തു, അപ്പോൾ നമ്മൾ അസാധാരണമായ ഒരു വ്യക്തിയായി മാറിയോ? അതെങ്ങനെയാണെന്നേ? എന്താ വ്യത്യാസം? ഈ സ്ഥിരമായിട്ട് ഇവിടെ എന്നെ പറയുന്നൊരു സാധനമാണ്. ഒരു സിനിമയിൽ അഭിനയിച്ചു പോയാൽ പിന്നെ തീർന്ന്, പിന്നെ അവൻ വേറൊരു ആളാണ്. ആക്ച്വലി അത് റേസിസമാണ്. അതായത് നമ്മുടെ സിനിമയിൽ ഇതിൽ തന്നെ നമ്മുടെ തൊഴിലാണ്, നമ്മളൊരു ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങളൊരു ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുകയാണ്. നിങ്ങളൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആളാണെന്നിരിക്കട്ടെ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ സെലിബ്രിറ്റിയാണ്. പിന്നെ നിങ്ങൾക്ക് 1008 കാര്യങ്ങൾ പിന്നെ ഇടപെടാൻ പാടില്ല, പറയാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻ തരുകയാണ്. അതെന്താണ്? ഈ സാധാരണക്കാർക്ക് എന്ത് കൊമ്പുണ്ട്? കാർഡാണ് കളിക്കുന്നത്. അല്ല, വാട്ട് ഡു യു തിങ്ക്? നിങ്ങളും ഈ സമൂഹത്തിലുള്ള ആളല്ലേ, നിങ്ങളൊരു മീഡിയ പേഴ്സണുമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്താ തോന്നുന്നത്? ആ സാധാരണക്കാരനല്ലല്ലോ പുള്ളി. കാരണം അയാൾ ഓൾറെഡി 70 ദിവസം മുതൽ ഈസ് എ സെലിബ്രിറ്റിനോ. ഇനി ഞാൻ പറഞ്ഞ എല്ലാം മാറ്റി വയ്ക്കും. സാബു പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. സാധാരണക്കാരനല്ല സത്യം പറഞ്ഞാൽ അനീഷ്. അതിനേക്കാളും സാധാരണക്കാരനാണ് ഈ പറഞ്ഞ നെവിന. ഉള്ള കാര്യം തുറന്നു പറയാലോ, ഏറ്റവും വലിയ സാധാരണക്കാരനാണ് നെവിന, സാബുമാന, അങ്ങനെയുള്ളവരൊക്കെ. ഇപ്പം സാമ്പത്തികം വെച്ച് നോക്കുവാണെങ്കിൽ ഒന്നുമില്ലാത്ത നെവിന. പക്ഷെ അവൻ ഈ ആഴ്ച എന്തായാലും ബേബി വീട് വിട്ട് പോവാം. അവൻ എന്തായാലും ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അടുത്ത പോവാണെങ്കിൽ നെവിനാണ് കൂടുതലും ചാൻസ്. അനീഷിന് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം സെലിമി ദ ആൻസർ ഉള്ള പ്രോഗ്രാമിൽ അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. പിന്നെ കോമണറായിട്ട് കയറ്റി വിട്ടത് ബിബിക്കാരാണ്. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടറിന് എന്തായാലും ഈ പറയുന്ന നമ്മുടെ അണ്ണനെ, അനീഷ് അണ്ണനെ അറിയാവുന്നതൊക്കെ തന്നെയാണ്. ഓക്കെ, എന്തായാലും ഞാൻ ഈ ഒരു കാര്യം ജസ്റ്റ് ഇവിടെ സംസാരിച്ചതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ സാബുമോൻ ഇപ്പം കാണിച്ച് തോന്നിയവാസമായിപ്പോയി. അനീഷിനെ കുറിച്ചാണെങ്കിലും നെവിനെ കുറിച്ചാണെങ്കിലും ഓരോ ഗ്രൂപ്പിൽ ഓരോ വോയിസും കാര്യങ്ങളൊക്കെ ഇടുമ്പം ആലോചിക്കണം എത്ര പേര് കേൾക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിലാണ്. താങ്കൾ അത് മറന്നുപോയി. എന്തായാലും അത് ഇച്ചിരി മോശമായിട്ടുള്ളൊരു ഇതായിപ്പോയി. അത് നിങ്ങൾ പ്രേക്ഷകർക്ക് ഞാൻ വിട്ടു തരിക. നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ചെറ്റത്തരം എന്ന് തന്നെ ഞാൻ അത് പറയത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവമൊക്കെ ചെയ്യാം. ബൈ, ലവ് യു ഓൾ.